157 ദിവസം നീണ്ട അനിശ്ചിതകാല സമരത്തിനൊടുവിൽ ചെറുവത്തൂരിന് ആശ്വാസം. വ്യാപാര ഭവൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ ജനകീയ കർമ്മസമിതി സമരം അവസാനിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നിലവിലുള്ള 3x2 ബോക്സ് കൾവർട്ട് മാറ്റി പകരം 7x4 വിസ്തൃതിയിൽ പുതിയ അണ്ടർപാസേജ് നിർമ്മിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രൊജക്ട് ഡയറക്ടറുടെ ഉറപ്പ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി സമരപ്പന്തലിൽ നേരിട്ടെത്തി കർമ്മസമിതിക്ക് കൈമാറി. ഇതോടെയാണ് 157 ദിവസമായി തുടർന്നു പോകുന്ന സമരം സമാപിച്ചത്. എന്തു തന്നെയായാലും അടിപ്പാത അനുവദിച്ചേ ഞങ്ങളിവിടെ നിന്ന് പിന്മാറൂ എന്ന നിലപാടാണ് കർമ്മസമിതി ഐക്യകണ്ഠേന ഇവിടെ എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ശക്തമായൊരു സമരം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഈ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴും ഇവിടെയുള്ള ജനങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ അടിപ്പാതയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് 7/4 അടിപ്പാത പാസ്സാവുന്ന ഒരു സാഹചര്യമുണ്ടായി. നവംബർ 12 മുതലാണ് നമ്മൾ അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ 15-ാം ദിവസം ബാഹ്യ ശക്തികളുടെ ഇടപെടലോടുകൂടി പോലീസ് നമ്മുടെ സമരപ്പന്തൽ അടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ ആളുകളും സംഘടിച്ചെത്തി 1 മണിക്കൂറിനകത്ത് തന്നെ ആ പന്തൽ പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമരത്തിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി സഹായിച്ചത്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് 19-ാം തീയതി മുതൽ നമ്മുടെ ഉപവാസ സമരത്തിലേക്ക് അത് മാറുകയും അതിൻ്റെ 97-ാമത്തെ ദിവസത്തിലാണ് ഇതിന് ഇവിടെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സന്ദർശിക്കുകയും അവർ നേരിട്ട് PDയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ 7/4 എന്നുള്ള രീതിയിൽ ഇതിന് വിപുലപ്പെടുത്തിയുള്ള ഒരു അടിപ്പാത പണിയാമെന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ് നമുക്ക് തരികയും ചെയ്തു. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ജനകീയ സമിതി. സമരത്തിൻ്റെ 97-ാം ദിവസം പന്തൽ സന്ദർശിച്ച അശ്വിനി ജനങ്ങളുടെ ദുരിതം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. കൂടാതെ സമരസമിതിയും വിവിധ തലങ്ങളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള പ്രഖ്യാപന യോഗത്തിൽ T. രാജൻ അധ്യക്ഷത വഹിച്ചു. മുകേഷ് ബാലകൃഷ്ണൻ സ്വാഗതവും C. രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. സമരസമിതി ഭാരവാഹികളായ T. രാജൻ, മുകേഷ് ബാലകൃഷ്ണൻ, ഉദിനൂർ സുകുമാരൻ എന്നിവർക്കും സമരത്തിൽ പങ്കാളികളായ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കും ML അശ്വിനി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന ചെറുവത്തൂർ ജനതയുടെ വിജയമാണിതെന്ന് ML അശ്വിനി പറഞ്ഞു. ഒരു ബ്രേക്ക് ഇല്ലാണ്ട് നിരന്തരമായിട്ട് ഈ സമരം ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുള്ളതാണ്. അത് വേണ്ടത് ഞാൻ നിങ്ങളൊരു കൺഗ്രാജുലേഷൻസ് പറയുന്നത്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരു ജാതിയോ മതയോ പാർട്ടിയോ നോക്കാണ്ടും എല്ലാ വിവിധ ക്ഷേത്രത്തിന്റെ ആൾക്കാരും ഇവിടെ ഒട്ടേറെ ഇരുന്നിക്കൊണ്ട് നിങ്ങൾ ഇവിടെ സമര പന്തൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടായിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റോഡ് കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ എവിടെയാണ് നമുക്ക് അണ്ടർ പാസേജ് വേണ്ടത്, എവിടെയാണ് ഫ്ലൈ ഓവർ വേണ്ടത്, എത്ര വീടിന്റെ വേണ്ടതാണെന്ന് പറഞ്ഞായിട്ട് നമ്മളെ ജനപ്രതിനിധി നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റാളേഷൻ നടത്തുകയാണ്. ചടങ്ങിൽ ചെയർപേഴ്സൺ CV പ്രമീള, BJP മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, കർമ്മസമിതി ഭാരവാഹികളായ നാരായണൻ മാസ്റ്റർ, KK കുമാരൻ മാസ്റ്റർ, സന്ദീപ് മുണ്ടക്കണ്ടം, ജ്യോതിഷ് കുമാർ, KV സത്യപാലൻ തുടങ്ങിയവരും സംബന്ധിച്ചു. സമരപ്പന്തൽ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.